അതിദാരിദ്ര്യം ലോകത്ത് ചൈന കഴിഞ്ഞാൽ അവസാനിപ്പിച്ച ഒരേ ഒരു നാട് കേരളമാണ്. കേരളം മാത്രമാണ്. നിങ്ങൾക്കറിയാം, ഇത് ലോകവ്യാപകമായിട്ടുള്ള വാർത്തയായി വന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ വർഷം മുമ്പ് ബൂർഷ്വാ പത്രം തന്നെ ആരംഭിച്ചിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ്. ഫ്രഞ്ച് വിപ്ലവം എപ്പോൾ നടന്നതെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? 1789 ഫ്രഞ്ച് വിപ്ലവം. ലോകത്തെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ശരിയായ സാമ്പിൾ ഫ്രഞ്ച് വിപ്ലവമാണ്. ബൂർഷ്വാ വിപ്ലവം തന്നെയാണ്. ആ ഫ്രഞ്ച് വിപ്ലവം നടന്ന 1789 മുമ്പ്, 4 കൊല്ലം മുമ്പ് 1784 പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ദി ടൈംസ്, ഇംഗ്ലണ്ടിൽ. ആ പത്രം ഈ കേരളത്തിലെ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചതിനെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്: ലോകത്ത് കേരളം അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. മനോഹരമായ ഒരു പദം അതിന് ശേഷമാണ് ഒരു വാചകം കൂട്ടിച്ചേർത്തത്. അതിദാരിദ്ര്യം എന്നത് ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അവർ മാറ്റി എഴുതിയിരിക്കുന്നു എന്നാണ്. എത്ര മനോഹരമായ ഭാവനയാണ്! ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് അതിദാരിദ്ര്യം അവർ മാറ്റി എഴുതിയിരിക്കുന്നു. ഞാൻ ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു. ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇനി ദാരിദ്ര്യം കൂടി അവസാനിപ്പിക്കുമ്പോൾ കേരളം നവകേരളമാക്കി മാറ്റുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പദം, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവർ എന്നാണ്. പാവങ്ങൾ, പാവപ്പെട്ടവർ. മലയാള നിഘണ്ടുവിൽ പാവപ്പെട്ടവർ, പാവങ്ങൾ എന്നതിന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ആ ജനത ഈ കേരളത്തിൽ ഇല്ലാത്ത രീതിയിൽ ഈ കേരളത്തെ ഞങ്ങൾ ഉയർത്തും. അവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി കൈയെടുത്ത് ഉയർത്തും എന്ന് ഞാൻ പറയുകയുണ്ടായി. കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യമാണത്. അരികുവൽക്കരിക്കപ്പെട്ട അംബേദ്കർ പറഞ്ഞ അന്തിചേർ എന്ന് പറഞ്ഞ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ താഴെ നിന്ന് ആരംഭിക്കുകയാണ് മുന്നേറ്റം. ഇവിടെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഭരണവർഗ പാർട്ടികൾ, കോൺഗ്രസ്, BJP, അവർ ഈ രാജ്യത്തെ ഏറ്റവും വലിയ